आज हम साधारण हैं, होम, हो ആദി के बारे में बात करेंगे. മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം ആണ്, ആകുന്നു, ഉണ്ട് എന്നെല്ലാമാണ്. जब हम हिंदी में बात करते हैं उस वक्त इन पर ज़्यादा ध्यान नहीं दिया जाता, लेकिन जब हम हिंदी में लिखते हैं उस वक्त इन बातों पर ध्यान देना बहुत ज़रूरी है. നമ്മൾ ഹിന്ദി സംസാരിക്കുന്ന സമയങ്ങളിൽ ഈ കാര്യത്തിൽ അധികം ശ്രദ്ധ ചെലുത്താറില്ല. എന്നാൽ ഹിന്ദി എഴുതുന്ന സമയങ്ങളിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. पहले हम बात करेंगे साधारण है कि कब, कहाँ और कैसे इसका प्रयोग करना चाहिए. സാധാരണ ഹേ എപ്പോൾ, എവിടെ, എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് ആദ്യം നോക്കാം. जब कर्ता एक वचन में हो तब हम साधारण है का प्रयोग कर सकते हैं. കർത്താവ് ഏകവചനമായിരിക്കുമ്പോഴാണ് സാധാരണ ഹേ നമ്മൾ ഉപയോഗിക്കേണ്ടത്. कर्ता किसी व्यक्ति या वस्तु की ओर संकेत करते हैं. കർത്താവ് എപ്പോഴും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു സെൻറ്റൻസിൽ കർത്താവ് ഏകവചനമാണെങ്കിൽ, ഒരാളെ ഉള്ളുവെങ്കിൽ, ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് സാധാരണ ഹേ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണം, യഹ പ്രവീൺ ഹേ, ഇത് പ്രവീൺ ആണ്. ഇസ് വാക്യ മേ പ്രവീൺ ഏക് വ്യക്തി ഹേ. ഈ നമ്മൾ പറഞ്ഞ സെൻറ്റൻസിൽ പ്രവീൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഒന്നിലധികം വ്യക്തികളില്ല, ഒരു വ്യക്തിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സാധാരണ ഹേ ഉപയോഗിക്കാവുന്നതാണ്. പ്രവീണ ഏക് ലഡ്കി ഹേ, പ്രവീണ ഒരു പെൺകുട്ടിയാണ്. ഇവിടെയും ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഹേ ഉപയോഗിക്കുന്നതാണ്. വഹ സ്കൂൾ ജാതി ഹേ, അവൾ സ്കൂളിൽ പോവുകയാണ്. ഇവിടെ വഹ, അവൾ എന്ന് പറയുന്നത് ഏകവചനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും സാധാരണ ഹേ ആണ് ഉപയോഗിക്കുന്നത്. तो जब भी कर्ता एक वचन में हो उस वक्त हम साधारण हे का प्रयोग कर सकते हैं. എപ്പോഴെല്ലാം കർത്താവ് ഏകവചനമായിരിക്കുന്നുവോ ആ സമയങ്ങളിൽ നമുക്ക് ഹേ, സാധാരണ ഹേ ഉപയോഗിക്കാവുന്നതാണ്. अब हम बात करेंगे है के बारे में. कहाँ, कब और कैसे है का प्रयोग किया जाता है. अगर कर्ता बहुवचन में हो तब हम है का प्रयोग कर सकते हैं. കർത്താവ് ബഹുവചനമാണെങ്കിൽ, അതായത് ഒന്നിലധികം വസ്തുക്കളോ വ്യക്തികളോ ഉണ്ടെങ്കിലാണ് അവിടെ ബഹുവചൻ വരുന്നത്. तो अगर कर्ता बहुवचन में हो, കർത്താവ് ബഹുവചനത്തിലാണെങ്കിൽ അവിടെ നമ്മൾ ഹേ ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണം, ഹം ലഡ്കേ ഹേ, ഞങ്ങൾ ആൺകുട്ടികളാണ്. ഇവിടെ ഹം എന്നത് ഒന്നിലധികം പേരെയാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ, ലഡ്കേ ഒന്നിലധികം ആൺകുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ സെൻറ്റൻസിൽ കർത്താവ് ബഹുവചനാണ്. तो जहाँ भी कर्ता बहुवचन में हो वहाँ पर हम है का प्रयोग कर सकते हैं. वे लड़कियां हैं, അവർ പെൺകുട്ടികളാണ്.
ഇസ് വാക്യമേ വേ എന്നത് ബഹുവചനാണ്. വേ എന്ന് വെച്ചാൽ അവർ എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നിലധികം പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ ഹേ ആണ് ഉപയോഗിക്കേണ്ടത്. एक व्यक्ति को आदर के रूप में जब हम याद करते हैं, बड़ों का जब सम्मान करते हैं, उस वक्त भी उस वाक्य के अंत में है का प्रयोग कर सकते हैं. നമ്മൾ ഒരു മുതിർന്ന വ്യക്തിയെക്കുറിച്ച് ആദരവോടുകൂടി സംസാരിക്കുമ്പോഴും നമ്മൾ ഈ ഹേ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം, യഹ മേരി മാതാജി ഹെ, ഇവർ എൻ്റെ അമ്മയാണ്. അപ്പോൾ നമ്മൾ അമ്മയെക്കുറിച്ച് പറയുന്നു, നമ്മളെക്കാട്ടിയും പ്രായത്തിൽ മുതിർന്ന ഒരു വ്യക്തിയാണ്, ആദരവോടു കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സമയത്തും നമ്മൾ ഈ ഹേ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അഗ്ലേ ബാർ ഹം ബാത് കരേംഗെ ഹോം കി. ഹോം എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അഗർ कर्ता मैं हो, वाक्य की शुरुआत मैं से होती हो या फिर उस वाक्य का कर्ता मैं हो, तो उस वाक्य के अंत में हो का प्रयोग किया जाता है. ഒരു സെന്റൻസ് തുടങ്ങുന്നത് മേ, ഞാൻ എന്ന ഒരു സർവനാമോട് കൂടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്ന കർത്താവിനോട് കൂടിയാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ ആ സെന്റൻസിൻ്റെ അവസാനം എപ്പോഴും ഹൂം എന്നായിരിക്കും. ജിസ് വാക്യ की शुरुआत मैं से होती है, उस वाक्य के अंत में हू का प्रयोग किया जाता है. ഒരു സെന്റൻസ് തുടങ്ങുന്നത് ഞാൻ എന്ന കർത്താവോട് കൂടിയാണെങ്കിൽ ഹിന്ദിയിൽ ആ സെന്റൻസ് അവസാനിക്കുന്നത് ഹൂം വെച്ചായിരിക്കും. ഉദാഹരണം, മേ പ്രദീപ് ഹോ, ഞാൻ പ്രദീപാണ്. മേ ജാ രഹാ ഹൂ, ഞാൻ പോവുകയാണ്. മേ പഠ് രഹി ഹോ, ഞാൻ പഠിക്കുകയാണ്. ऊपर दिए हुए 3 वाक्यों में उनकी शुरुआत मैं से होती है, तो उसके आखिर में होम का प्रयोग किया जाता है. നമ്മൾ ഇപ്പോൾ കണ്ട ഉദാഹരണങ്ങളിൽ 3 സെന്റൻസിൻ്റെയും തുടക്കം മേ കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സെന്റൻസുകളെല്ലാം അവസാനിച്ചത് ഹൂമിലാണ്. तो जहाँ भी कर्ता मैं हो, उस वाक्य का अंत होम प्रयोग से किया जाता है. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹോ എവിടെ ഉപയോഗിക്കാം എന്നാണ്. जब भी कर्ता बहुवचन में हो, तब हो का प्रयोग किया जाता है. കർത്താവ് ബഹുവചനമായിരിക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ അവസാനം ഹോ ഉപയോഗിക്കാവുന്നതാണ്. साथ ही साथ इसका प्रयोग हमेशा सवाल पूछने के लिए किया जाता है. എപ്പോഴും ഹോ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ കൂടിയായിരിക്കും. അതായത് കർത്താവ് ബഹുവചനമായിരിക്കുകയും നമ്മൾ ഒരു ചോദ്യമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലും നമുക്കവിടെ ഹോ ഉപയോഗിക്കാൻ സാധിക്കും. जब भी हो का प्रयोग किया जाता है, हम उसका प्रयोग सवाल पूछने के लिए करते हैं. उस वाक्य पर कर्ता हमेशा बहुवचन के रूप में दिखाई देता है. उदाहरण, तुम कौन हो, നിങ്ങൾ ആരാണ്. തും നിങ്ങൾ ബഹുവചനാണ്. കോൻ ആര് ഒരു ചോദ്യമാണ്.
ആപ് കഹാ സെ ആ രഹേ ഹോ? താങ്കൾ എവിടെ നിന്നുമാണ് വരുന്നത്? ആപ് ബഹുവചൻ ഹേ, കഹാ സെ യഹ ഏക് സവാൽ ഹേ. അപ്പോൾ കർത്താവ് ബഹുവചനമായിരിക്കുകയും അതേപോലെ ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഹോ ഉപയോഗിക്കാവുന്നതാണ്.